എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല വലിപ്പമുള്ള നല്ല വലിയ ചെമ്മീനാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ കുറച്ച് വാങ്ങിച്ചു. അതിന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിലേക്ക് അത് വറക്കണ പോലെ റോസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഞാനെടുത്തിട്ടുള്ളതാണ്. ഒരു 1/2 ടീസ്പൂണാണ് നമ്മൾ മുളക് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി തിരുമ്മി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് അടുപ്പത്ത് സബോളൊക്കെ വഴറ്റി, സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി അതൊക്കെ കൂടി വഴറ്റി നമ്മൾ ഈ ചെമ്മീൻ അതിലേക്കിട്ട് റോസ്റ്റ് ചെയ്യണം. ഇതിലേക്കുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയും പച്ചമുളകും സബോളയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി വാടി വരുമ്പോൾ ബാക്കിയുള്ള ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ചെമ്മീനിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലിനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പിലും ഇട്ടിട്ട് ആ ചെമ്മീൻ അങ്ങനെ തന്നെ അതിലേക്ക് ചെരിഞ്ഞാൽ മതി. നമ്മുടെ സബോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. സബോളയും പച്ചമുളകും ഇത് മാത്രമുള്ള കേട്ടോ ഇത് ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, കഴുകി വെച്ച കുറച്ച് കറിവേപ്പിലിട്ടു. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇതാണ്. ചെമ്മീൻ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ സബോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അതിൽ കിടന്ന് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലും മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെമ്മീൻ എൻ്റെ മുകളിൽ വെച്ചു. മറ്റുള്ള മീനുകളൊന്നും കഴിക്കില്ല, ആകെ കഴിക്കുന്ന മീനാണ് ചെമ്മീൻ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. എന്നാൽ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, എല്ലാ പണികളും കഴിഞ്ഞത് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ കറി പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ.